പാലത്തായി പോക്സോ കേസിൽ പ്രതിയായ ബി.ജെ.പി. നേതാവ് പത്മരാജന് ജാമ്യം ലഭിച്ചതിൽ പ്രോസിക്യൂഷന് വൻ വീഴ്ച. പ്രതിഭാഗം വാദങ്ങളെ എതിർക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. പ്രമാദമായ കേസുകളിൽ കാണിക്കേണ്ട ജാഗ്രത ഉണ്ടാകാതിരുന്നത് ഒത്തുകളിയാണെന്ന ആരോപണമാണ് ഉയരുന്നത്. പാലത്തായി കേസിൽ സർക്കാർ RSS ഒത്തുകളി തെളിഞ്ഞുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു. പെൺകുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന പ്രതിഭാഗത്തിന്റെ വാദം ഉൾപ്പെടെ കോടതിയിൽ തുറന്നുകാട്ടാൻ പ്രോസിക്യൂഷനായില്ല. തലശ്ശേരി പോക്സോ കോടതിയിൽ ഉന്നയിച്ച അതേ വാദങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയിലും പ്രതിഭാഗം ഉന്നയിച്ചത്. പ്രതിഭാഗം വാദങ്ങൾ തെറ്റാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ബി.ജെ.പി. നേതാവിനെ രക്ഷിക്കാൻ UDF സർക്കാർ ഒത്തുകളിച്ചുവെന്ന ആരോപണമാണ് ഉയരുന്നത്. പ്രതിക്ക് ജാമ്യം കിട്ടിയത് ഗൗരവമുള്ളതാണെന്നും സർക്കാർ RSS ഒത്തുകളിയാണ് തെളിഞ്ഞതെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു. അല്ല, പ്രോസിക്യൂഷൻ ഒത്തുകളിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണല്ലോ ഡോക്ടർ രാമന് ജാമ്യം കിട്ടിയപ്പോൾ കോടതി പറഞ്ഞത്. കോടതി തന്നെ ശക്തിയായി പറയുകയാണ്. അതുപോലെ തന്നെ വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടുള്ള, പ്രചാരവേല നടത്തിയിട്ടുള്ള RSSൻ്റെ പ്രവർത്തകന് ജാമ്യം കിട്ടുന്ന നില ഉണ്ടായല്ലോ, ഇല്ലേ? അതൊക്കെ ഇവരുമായിട്ടുള്ള ഒത്തുകളി തന്നെയാണ്. ആ ഒത്തുകളി പലതരത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സംഘപരിവാറിൻ്റെ താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന ചിത്രം. അപ്പോൾ സംഘപരിവാറിന് കീഴ്പ്പെട്ട ഒരു ഭരണ സംവിധാനത്തെയാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ ബന്ധമുള്ളവർ പ്രതികളാകുന്ന കേസുകളിൽ സർക്കാർ അയഞ്ഞ സമീപനം കാണിക്കുന്നു എന്നതാണ് സമീപകാല കേസുകളിൽ തെളിയുന്നത്. RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിന് ജാമ്യം ലഭിക്കാൻ സഹായകരമായതും സർക്കാർ നിലപാടാണെന്ന ആരോപണം ഉയർന്നിരുന്നു. കൈരളി ന്യൂസ്, കണ്ണൂർ.